ഹായ്. കുറച്ച് മുൻപ് രേണുസുതി അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മകൻ റിതപ്പൻ എന്ന ഋതുൽ ദാസ്, അവരുടെ പിതാവ് തങ്കച്ചനും അവരുടെ അമ്മയ്ക്കും അവരുടെ സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിനും ഈ 4 പേർക്കല്ലാതെ മറ്റാരെയും ഞാൻ ഏൽപ്പിക്കത്തില്ല. ഇവിടെ വേറെ ആരെങ്കിലും ചോദിച്ചോ? ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ? അല്ലെങ്കിൽ ഞങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ കണ്ട വ്ളോഗേഴ്സോ യൂട്യൂബേഴ്സോ നാട്ടുകാരോ ഇവരൊക്കെയും വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞോ? എനിക്കറിയാൻ പാടില്ലാത്തതൊന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നിങ്ങൾ ഉന്നയിക്കുന്നത്? ആരും അങ്ങോട്ടൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇതൊക്കെ വന്നിരുന്ന് പറയുന്നത്? ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഋതപ്പനെ വന്ന് കാണുന്ന വീഡിയോസും അവനെ കൊണ്ടുപോകുന്നതും അവന് എന്തെങ്കിലുമൊക്കെ അവനെ പുറത്ത് കൊണ്ടുപോയി അവർ തമ്മിലൊക്കെ ഉള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവര് ചേട്ടനും അനിയനും ആണല്ലോ. ഇവരെ തമ്മിൽ തെറ്റിക്കുന്നതേ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരാണ്. ഈ സുധി എന്ന് പറഞ്ഞ ആളുടെ മക്കൾ തന്നെയാണല്ലോ ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അവരൊരിക്കലും അനിയനും ചേട്ടനും അല്ലാതാവരില്ല. ഈ ഒരു പയ്യനെ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അവനെ ഏൽപ്പിക്കത്തില്ല. അവനും വന്ന് ചോദിച്ചിട്ടില്ല ഏൽപ്പിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ആ ഒരു തരത്തിലോ ആരും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് മരിക്കുമെന്ന് ആൾക്കാർ വിധി എഴുതുന്നു, അങ്ങനെ ഞാൻ മരിച്ചു കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം, ആ ഒരു രീതിക്ക് നിങ്ങൾ പറയുന്നുണ്ട്. ആരും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ മുൻപ് ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ അതിന് താഴെ വന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വന്ന് കമന്റ് ഇടുന്നത്. അത് മുമ്പ് ചെയ്തത് വെച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തെറിവിളിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. മോശം ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു രോഗാവസ്ഥ വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ വിട്ടുവെച്ചിരുന്നതാണ്. ഇനി ഒന്നും പറയണ്ട, ഇനി ഒന്നും ചെയ്യണ്ട എന്നൊരു തരത്തിൽ. പക്ഷെ വീണ്ടും 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 നിങ്ങൾ പഴയപടി തന്നെ തുടരുന്നു. അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയോ? പിന്നെ പറയുന്ന കേട്ടു ബിഷപ്പ് പ്രാർത്ഥിക്കാൻ വരുന്നു, ബിഷപ്പിനെ കുറ്റം പറയുന്നത് കണ്ടു. സോഷ്യൽ മീഡിയ കൂടെ മാത്രമാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുഖാമുഖം നേരിട്ട് കണ്ട് നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഒരു മുഷിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. ഈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ഈ നാവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അദ്ദേഹത്തെ വിഷപ്പാമ്പെന്ന് പറഞ്ഞത്. നിങ്ങൾ ക്ഷമ ചോദിച്ചു, മറന്നു കളഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ മുൻപ് പറഞ്ഞതും അദ്ദേഹം മുൻപ് പറഞ്ഞതും ഇപ്പോൾ ഒരാളെ കുറ്റം പറഞ്ഞ് മറ്റൊരാളെ പൊക്കി പറയുന്നു. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരാളെ പൊക്കി പറയുന്നു, മറ്റൊരാളെ താഴ്ത്തി പറയുന്നു. നിങ്ങൾ അന്ന് ബിഷപ്പിനെതിരെ ബിഷപ്പാമ്പെന്ന് പറഞ്ഞു. അയാൾ പറയുന്നതൊക്കെ ആ ഒരു തരത്തിലാണ് എന്ന രീതിക്കാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയും പറഞ്ഞിട്ടുള്ളത്. അയാൾ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് സുധിയുടെ ചരമവാർഷികത്തിനും അദ്ദേഹം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അന്ന് കുറ്റം പറഞ്ഞില്ല? അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവില് കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന വിഷയം വെച്ചിട്ടാണ് അയാൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞത്. അത് അദ്ദേഹത്തിന് അറിയാമല്ലോ. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം കൊടുത്തിട്ടുള്ള വോയിസുകളും ക്ലിപ്പുകളും എല്ലാവരുടെ കയ്യിലും, മിക്ക യൂട്യൂബേഴ്സിന്റെ കയ്യിലും ഇവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി അയച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ പുറത്തു വിട്ടാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ സംസാരിക്കും. പിന്നെ അത് പറഞ്ഞുണ്ടാക്കിയത് യൂട്യൂബേഴ്സാണ്, സോഷ്യൽ മീഡിയക്കാരാണ് ഇങ്ങനെ ചെയ്തത്. എന്തൊരു പറച്ചിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വായിൽ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എഴുതി തന്നിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചത്? അല്ലല്ലോ.
നിങ്ങളുടെ മനസ്സിൽ തോന്നിയത്, നിങ്ങളുടെ ഉള്ളിൽ തോന്നിയതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങളും വന്നിരുന്ന് പറഞ്ഞത്. പിന്നെ കീമോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപ് കീമോ ചെയ്തിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ക്ഷീണാവസ്ഥ ഉണ്ടായിരുന്നു, കിടന്നു, എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല, ഞാൻ കിടരോഗിയായി തന്നെ കിടക്കണം എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ മരിച്ചു പോകട്ടെ, ഞാൻ കിടന്നു പോകട്ടെ, ആ ഒരു തരത്തിലൊക്കെയുള്ള സംസാരങ്ങൾ എന്തിനാണ്? നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ക്യാൻസർ രോഗിയാണ്, നിങ്ങൾക്ക് ഒരു രോഗാവസ്ഥ ഉണ്ട്, ആ ഒരു രീതിക്ക് നിങ്ങൾ നടക്കണം. എൻ്റെ അമ്മയുടെ കൂട്ടുകാരി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവരെ മക്കളുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ ഫോണൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. അവരെ ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് അവർ നിൽക്കുന്നത്. ഫോണൊക്കെ മക്കളാണ് എടുക്കുന്നത്. ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ച് വിശേഷം ചോദിക്കും, അവരുടെ മക്കളെ എടുത്ത് സംസാരിക്കുന്നു, വിശേഷം പറയുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നു. പിന്നെ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ അവരെ അടുത്തേക്ക് ആരും വിടില്ല. പുറത്തു നിന്ന് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, അവരടുത്തേക്ക് ആരും വിടത്തില്ല. വീട്ടിലാണ്. എന്തുകൊണ്ടാണ് അത്രയും കെയർ ചെയ്ത് അവരെ നോക്കേണ്ടത്? ആ ഒരു രോഗാവസ്ഥ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങളെ വീണ്ടും വീണ്ടും ഈ ആൾക്കാർ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു രോഗാവസ്ഥ വന്നപ്പോൾ നിങ്ങളെ എല്ലാവരും വിട്ട്, കാരണം ഇനി അവരെ മോശം പറയണ്ട, കുറ്റം പറയണ്ട, അവർ രോഗാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തി. ഇപ്പോൾ നിങ്ങൾ രോഗാവസ്ഥ വന്നപ്പോൾ ആദില, നൂറ, പിന്നെ വേറെ അനുമോൾ, ഇവരിത്രയും വിളിച്ച് നിങ്ങൾ ഫോൺ വിളിച്ചില്ല, എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിലാണ് അവർ കാണാൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അപ്പോൾ കിച്ചുവിനെ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് ഫോൺ വിളിക്കാനായിട്ട് തോന്നിയില്ല? എടാ കിച്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ ഒന്ന് വരണം എന്ന് പറയാത്തന്തേ? അപ്പോൾ അവൻ വരുമായിരുന്നല്ലോ. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ നോക്കിയൊരു മകനുണ്ട്, അവനെന്നെ കാണാൻ വന്നില്ല എന്ന രീതിക്കാണ് നിങ്ങൾ പറഞ്ഞത്. അത് ശരി, അവൻ വന്നില്ല, അവൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്താ, സീമാജി നായർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മറ്റേ ICUവിൽ കയറി കണ്ടു എന്ന രീതിക്കൊക്കെ AI വെച്ച് നിങ്ങൾ, അത് അറിയാം, AI ആണെന്നറിയാം. പക്ഷെ അന്നത്തെ സമയത്ത് നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ ആ ഒരു രീതിക്കല്ല നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം ഉണ്ടാക്കാനത് കിച്ചു കാണാൻ വന്നില്ല, സീമാജി നായർ കാണാൻ വന്നു, ആ ഒരു രീതിക്ക് ആളുടെ മനസ്സിൽ ഒരു ഇത് ഉണ്ടാക്കണം, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം. ഉള്ള ഒരു പോസ്റ്റാണത്. നിങ്ങൾക്കെതിരെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു, നിങ്ങൾ വിഗ് ഉപയോഗിക്കുന്നു, നിങ്ങളുടെ അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം, റീൽസ് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ ഇതിന് വേണ്ടി ക്യൂമോയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ആ സാധനത്തിൽ തട്ടിക്കളിക്കുന്നു. അത് ഓരോ വീഡിയോയ്ക്കും അത് കാണിക്കാൻ പെടുന്ന ഒരു പാടുണ്ട്. കൈയെടുത്ത് പൊക്കുന്നതോ അങ്ങോട്ടാക്കുന്നതോ ഇങ്ങോട്ടാക്കുന്നു, പക്ഷെ കൈ പൊക്കാൻ വയ്യ, അത് ഇട്ടിരിക്കുന്നത് ഭയങ്കര വേദനയാണ്. റീൽസിലും ഷോർട്സിലും എല്ലാം അത് കാണിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. എന്തൊക്കെയാണ് ഇത് കാണിക്കുന്നത്? നിങ്ങളെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉള്ളതെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി വിഷയങ്ങളല്ലാതെ എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും? നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഇന്നവിടെ എന്താണ് ചേച്ചിയും പിള്ളേരുമായിട്ടുള്ള ഒരു വിശേഷം, ആ പിള്ളേരുടെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പയ്യൻ ഋതപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ, ഋതപ്പൻ എന്ത് ചെയ്തു, ഋതപ്പൻ്റെ ഒരു വിശേഷം, ഇന്നെന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അതൊക്കെ കാണും. നിങ്ങളൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ആൾക്കാർ കാണും. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ പോലും അതൊരു വ്യൂ കിട്ടിക്കോട്ടെ, നിങ്ങൾക്കൊരു വ്യൂ കിട്ടട്ടെ എന്ന് കരുതി ആൾക്കാർ കാണും. ഈ പരസ്പരം ഫാമിലിയിലുള്ള വിഷയങ്ങൾ വന്നിരുന്ന് കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, അതിനേക്കാളും എത്രയോ ഭേദമാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് ഇടാം. അത് ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, അത് ഒന്ന് എന്തെങ്കിലും ഒരു കിട്ടിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ വ്യൂഗ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര അധികം? നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ പോലും വീണ്ടും 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 നെഗറ്റീവാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടല്ലേ? രോഗാവസ്ഥയിൽ കഴിയുന്നവര് ആ ഒരു രീതിക്കൊന്ന് പ്രാർത്ഥനയോടും ആ ഒരു ചിന്തയോടും കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. രോഗാവസ്ഥ ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്, അതിനെ ഒന്ന് മാനിക്കുക.
ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവരൊക്കെയും ഹോസ്പിറ്റലിലോട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഒരുപാട് പേഷ്യന്റുമാരെ അവർ വന്ന് പറയുന്നവരും അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുന്നതൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. എൻ്റെ അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. നമുക്കറിയാം അതിന്റെ വേദനയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തികൾ ഒരിക്കലും, സത്യം പറയാം, ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽസ് ചെയ്യണമെന്ന് കരുതി നിങ്ങൾക്ക് മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിടാം, നിങ്ങളുടെ വീട്ടുകാരെ കാണിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ആ ഒരു രീതിക്കായിട്ട് നിങ്ങൾ ഒരു വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ തമ്മിൽ ഋതപ്പനെ മേൽ അവകാശം ചുമത്താനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എനിക്കറിയില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയൂ. അല്ലാതെ വാലും തുമ്പും ഇല്ലാതെ വന്നിട്ട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെ പറയണ്ടെങ്കിൽ വാ തുറന്ന് പറയണം, അല്ലെങ്കിൽ പറയരുത്. അല്ലെങ്കിൽ ഞങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല. ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയും ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഇനി വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ വന്നിരുന്ന് നിങ്ങൾ വിളമ്പണ്ട. ഇനി എന്തൊക്കെയോ ആയിക്കൊണ്ട് പോട്ടെ. നിങ്ങൾ ഇനി നിങ്ങളെ ആരോഗ്യത്തോടെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അഭിനയം പഠിച്ച് നിങ്ങൾ അഭിനയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അഭിനയമാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ദേവിയത് നിങ്ങളെ പാസ്റ്റർ, അതായത് ബിഷപ്പ്, ആ ഒരു വ്യക്തി മുമ്പ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഉണ്ട്. ആ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അവര് പ്രീസ്റ്റാണ്, ബിഷപ്പ് പ്രീസ്റ്റാണ്. എനിക്ക് വന്ന് പ്രാർത്ഥിച്ചു തരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരു പുരോഹിതന് പ്രാർത്ഥന തന്നെയാണ്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുക, രോഗാവസ്ഥയിൽ ആകുന്നവരെ അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക, അതൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത്. ഇതിനു മുൻപും സുധിയുടെ ചരമവാർഷികത്തിന് അയാൾ വീട്ടിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അദ്ദേഹത്തെ ആരും കുറ്റം ചുമത്തുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കിച്ചുവിനെതിരെ അയാൾ സംസാരിച്ചപ്പോൾ അതിനുശേഷമാണ് ബിഷപ്പിനെതിരെ എല്ലാവരും തിരിഞ്ഞത്. നിങ്ങളിപ്പോ പ്രീസ്റ്റ് എന്ന് വിളിക്കുന്ന നാവ് കൊണ്ടാണ് അദ്ദേഹത്തെ ബിഷപ്പാമ്പെന്ന് വിളിച്ചത്. മുഖാമുഖം ഒന്നും സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നിങ്ങൾ സംസാരവും വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഇത് തന്നെയാണ് ബിഷപ്പും പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ എന്താണ്? അതൊക്കെ ഒന്ന് എടുത്തൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾ അയാളുടെ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിനൊന്നും ആരും ഇതുവരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ബിഷപ്പ് ഒരാളെ പൊക്കി പറയുമ്പോൾ മറ്റൊരാളെ താഴ്ത്തുകയാണ്. അതുകൊണ്ടാണ് അയാൾക്കെതിരെ ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പറയുന്നത്. യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കയ്യിൽ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇയാൾ അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ കയ്യിലുണ്ട്. അതൊക്കെയും കൂടെ പുറത്തു വിട്ട ഇയാളുടെ കാര്യം ഉദാഹവ. എന്തിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾ ഇനി ദയവായിട്ട് നിങ്ങളുടെ ഈ വൃത്തികെട്ട ഒരു വീഡിയോസ് ഇടലും അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ളിട്ട് നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ മാന്യമായിട്ട് വീഡിയോ ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു രോഗാവസ്ഥയുണ്ട്, ആ രോഗാവസ്ഥയൊന്ന് മാനിച്ച് നിങ്ങൾ ഫോണിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥനയോടും ഭക്തിയോടും മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ സുഖമായിട്ട് തിരിച്ചു വരാനായിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഓരോന്നും കാട്ടിക്കൂട്ടുക അല്ല ചെയ്യേണ്ടത്. ഓക്കെ.